നഗരത്തിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി നമുക്കൊരു യാത്ര പോയല്ലോ. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പാലക്കാടാണ്. എല്ലാവർക്കും നമസ്കാരം, വിഷ്ണുവാണ്. കുറച്ച് ദിവസമായി യൂട്യൂബിലൊക്കെ കണ്ടിട്ടല്ലേ. സൈലൻറ്റ് വാലിയിലാണ് ഇന്ന് ഞാനുള്ളത് കേട്ടോ. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. പെർ ഹെഡ് ഒരു 600 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സഫാരിക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെ വണ്ടികളിൽ മാത്രമാണ് ഈ ഒരു നാഷണൽ പാർക്കിലേക്കുള്ള എൻട്രി ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഇവിടെ എൻട്രി ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ ആ ടൈമിംഗ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം അനിമൽ സൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഫസ്റ്റ് ട്രിപ്പിൽ വരിക. ഫസ്റ്റ് ട്രിപ്പിൽ ബസ്സുണ്ട്, അതുപോലെ തന്നെ ജീപ്പുകളും ഇവിടെ ഇഷ്ടം പോലെ ജീപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഷെയറിംഗ് ബേസിസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിളായിട്ടോ വന്നിട്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ സൈലൻറ്റ് വാലി ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാടിൻ്റെ ഒരു സൗന്ദര്യം മാത്രമല്ല, മൊത്തത്തിൽ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുക. 1970കളിൽ ഇതൊരു ജലവൈദ്യുത പദ്ധതിയായിട്ട് നിർമ്മിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ പ്രകൃതി സ്നേഹികളൊക്കെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇന്നും ഇത് ഇതേപോലെ ഒരു നാഷണൽ പാർക്കായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് കണ്ടുവരുന്നത് ഇതേപോലെ സിംഹവാലൻ കുരങ്ങുകൾ, അതുപോലെ തന്നെ അണ്ണാൻ, അങ്ങനെ ഒരുപാട് പക്ഷികൾ, അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകമായിട്ട് സംരക്ഷിച്ച് വരുന്ന ജീവികൾ. അപ്പോൾ പ്രത്യേക ഒരു ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാനുള്ള ഒരു മെയിൻ സംഭവങ്ങളാണ്. പിന്നുള്ളത് ഈ ഒരു 100 അടി ഹൈറ്റിലുള്ള വാച്ച് ടവറാണ്. അതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ആ താഴെ ഒഴുകിപ്പോകുന്നത് കുന്തിപ്പുഴയാണ്. കുന്തിപ്പുഴേനെ അടുത്തറിയാനും എക്സ്പീരിയൻസ് ചെയ്യാനും വാച്ച് ടവറിന് താഴെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെ ഇപ്പോൾ പുതിയൊരു ബ്രിഡ്ജൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് ആ ബ്രിഡ്ജ്. അപ്പോൾ ഈ കുന്തിപ്പുഴയിലേക്ക് നടന്നു പോകുന്ന ആ വഴിയിലൂടെ നമുക്ക് വീണ്ടും കാടിനുള്ളിലൂടെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ജംഗിൾ വാക്കും ഇവരിവിടെ ഒരുക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സോ ഗൈഡ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇത് കാട്ടിലെ കൂവയുടെ ഇല കൊണ്ടുണ്ടാക്കിയ ഒരു അടയാണ്. ഇവിടെ ചെറിയൊരു ക്യാൻറ്റീൻ പോലെ ഉണ്ട്. അവിടെ ചായയും ഇതുപോലുള്ള ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ നമുക്ക് യാത്രയ്ക്കിടയിൽ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീണ്ടും യാത്ര മുന്നോട്ട് പോകാം. കാടിൻ്റെ ഉള്ളിലൂടെ ഇത് കാടിനെ അറിഞ്ഞിങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ട്രക്കിംഗ് ക്യാമ്പുകളും നിങ്ങൾക്ക് 15 ദിവസത്തേക്ക് ഇവിടെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ കുന്തിപ്പുഴ അടുത്തുനിന്ന് കാണുമ്പോഴുള്ള വ്യൂ കേട്ടോ. അപ്പോൾ വനവാസ സമയത്ത് അവരൊക്കെ ഇവിടെ വന്നിരുന്നു. അങ്ങനെയാണ് ഈ പുഴയ്ക്ക് ഈ പേര് വന്നത് എന്നൊക്കെയാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 3 കിലോമീറ്ററോളം കാടിനുള്ളിലൂടെയുള്ള ഒരു നടത്തുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും വണ്ടി കയറി നമ്മൾ വന്ന എൻട്രി പോയിൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ മതി, കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇനിയും കൂടുതൽ വിശേഷങ്ങളായിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്. അത് ഒരുപാട് തിരക്കുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും നമ്മൾ ആക്റ്റീവായിട്ട് യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല നല്ല യാത്രാ വീഡിയോസ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രം വിഷ്ണു.